ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേ നിന്റെ പോക്കണ്ടല്ലോ, അത് ഇനിയും വലിയ ദുരിതത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ആ ഇത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എങ്ങനെയായാലും ഭാമ തന്നെയായിരിക്കും. മറ്റൊരു മുഖം ഈ ഭാമയ്ക്ക് ഉണ്ടാവില്ല. പറയുന്ന വാക്കിനും. എന്നിട്ടാണോ നീ ആ പിള്ളയോട് ദേഷ്യപ്പെട്ടത്? അയാളടുത്ത് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. രാഘവേട്ട, ഞാൻ പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് രാഘവേട്ടനെ വിളിച്ചോണ്ട് പോയത് അയാളാ. അതുകൊണ്ട് തന്നെയാ പിള്ളയോട് ഞാൻ ദേഷ്യപ്പെട്ടത്. ദേ, എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. ഞാനെന്താ 1ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുകുട്ടികളാണോ ഒരാളെ ഒന്ന് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്? എന്റെ മോന്റെ പിറന്നാളിൽ പോകണമെന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി. നിനക്ക് ഞാനേ അവിടെ ചോറും പായസമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേ വലിയ സന്തോഷത്തോടെയാ അവനവന്റെ ഭാര്യയും കൂടെ വാഴയിലൊക്കെ വാട്ടി അത് ചോറും കറിയെല്ലാം കൂടെ പൊതിഞ്ഞും കൊണ്ട് തന്നു വിട്ടത്. ഓ, ഈ പൊതിയിലേ നിനക്ക് കഴിക്കുന്ന ചോറ് മാത്രമല്ല, അവരുടെ രണ്ടുപേരുടെ സ്നേഹം വേണ്ടോളം ഉണ്ട്. അത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ എടുത്ത തെക്കോത്ത് ഓടെ കുട്ടികളാ. പക്ഷെ അതിനെ പാവം പിടിച്ച പിള്ളേ അയാളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. വളരെയധികം വിഷമിച്ചിട്ടാ അയാൾ ഇവിടെ ഇറങ്ങിപ്പോയത്. അറിയോ, ഇവിടെ വരരുന്നേ നീ അയാളടുത്ത് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, വർഷങ്ങളായിട്ട് എന്റെ നേരായിട്ട് നടക്കുന്ന ആളാ അയാള്. ഇവിടേക്കല്ലാതെ പിന്നെ അയാൾ എവിടോട്ടാ പോണ്ടേ? ആമേ, നീ ചെയ്തു കൂട്ടുന്ന പാപമുണ്ടല്ലോ, ഇതൊക്കെ നീ ഇത് എവിടെ കൊണ്ടുപോയി വീട്ടാനാ? ഇതാ എന്റെ സ്വഭാവം. ഇതാണ് ഭാമ. ഇങ്ങനെയാണ് ഭാമ. അത് ശരിക്കറിയാവുന്ന ആളല്ലേ രാഘവേട്ടൻ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വിശദീകരണം? ഞാൻ അറിയുന്ന പോലെ നിന്നെ വേറെ ആർക്കറിയാം ഭാമേ? അതുകൊണ്ടാ ഞാനീ പറയുന്നേ, എന്നോട് പെരുമാറുന്ന പോലെ മറ്റുള്ളവരോട് പെരുമാറരുത്. എന്നെ പോലെ ക്ഷമയോ സഹിക്കാനുള്ള കഴിവോ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. എന്തിനാ പറയുന്നേ? നമ്മുടെ മകൻ വിഷ്ണുവിന് പോലും അമ്മയെ നിന്നെ മനസ്സിലായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിലേ ഈ പൊതിച്ചോറ് ഇത്ര കഷ്ടപ്പെട്ട് അവർ ഒരുക്കി തന്നു വിടത്തില്ലായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ അത് കഴിക്കത്തില്ലെന്ന്. എനിക്ക് അവരുടെ സങ്കടവുമില്ല. കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിയും കൊടുക്കാനാണല്ലോ ഞാനത് കെട്ടിപ്പോഞ്ഞോണ്ട് വന്നു നോക്കുമ്പോഴേ മനസ്സിനകത്ത് ഒരു നീറ്റലുണ്ട്. എന്നാലും കുഴപ്പമില്ല, മിണ്ട പ്രാണിക്കല് കൊടുക്കുന്നേ കാണുമ്പോ ആ നന്ദിയെങ്കിലും ഉണ്ടാവില്ല. അതിനൊക്കെ എന്റെ സങ്കടം മാറാൻ അത് എന്റെ ധാരാളമാ. പറഞ്ഞോ, ഇനിയും പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ആ, എന്ത് വേണമെങ്കിലും. സത്യഭാമ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അതിലൊരു മാറ്റവും ഇല്ല. ഞാനേ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയൂ. ആ പറയുന്ന കാര്യം അതേപടി അങ്ങ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോയാ ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. എന്ത് കഷ്ടം വെറുതെ. ഈ കെട്ടിപ്പൊതിയോട് വച്ചേക്കുന്നത് അവൾ കഴിച്ചില്ലെന്നറിഞ്ഞ ആ കൊച്ചുങ്ങളടുത്ത് ഞാൻ എന്തോ പറയും എന്റെ ഭഗവാനെ. ഇത് ഒരു കറിക്കും എടുക്കുന്നില്ലോ, നാശം പിടിക്കാനായിട്ടും.